റോയൽ ഹാപ്പി ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഈ കൊറോണ കാലം എല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. എല്ലാ ബിസിനസ്സുകളും നഷ്ടത്തിലായി. ജോലി പോയവരുണ്ട്, ശമ്പളം പകുതിയായി കുറഞ്ഞവരുണ്ട്. പ്രവാസികളെല്ലാം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. ലോകത്ത് ഒരേ ഒരു ബിസിനസ് ഇൻഡസ്ട്രി മാത്രം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ MLM. വെൽനസ് പ്രോഡക്റ്റിന് പേര് കേട്ട, മനുഷ്യൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന നാച്ചുറൽ ഓർഗാനിക് പ്രോഡക്ട്സ് മാത്രം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ലോകത്തിലെ നമ്പർ 1 MLM കമ്പനിയാണ് DXN. ഹെൽത്തും വെൽത്തും പ്രൊമോട്ട് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി. ലോകത്തിലെ നമ്പർ 1 ഹെർബായ ഗാനോഡർമ മഷ്റൂമും സ്പൈർലുന, കോർഡിസെപ്സ്, നോനി തുടങ്ങിയവയാണ് DXN കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ. ഇവ നിത്യവും ഉപയോഗിച്ച് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ നമ്മുടെ ശരീരത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹെൽത്ത് പാർട്ടായിട്ടുണ്ട്. ഇനി വെൽത്ത് പാർട്ടിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ല ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി DXN കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഗോൾഡ് ഡയമണ്ട് സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ PR രാജീവ് സാറിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ വീഡിയോ ശ്രദ്ധാപൂർവം വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മുടെ വളരെ രസകരമായ രീതിയിൽ നമുക്ക് DXN ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് കോവിഡ് നമുക്കറിയാം, ഒരുപാട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്, നമ്മളെ പലരെയും ഒക്കെ. പക്ഷേ DXN കമ്പനി വളരെ മനോഹരമായ ഒരു സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് എല്ലാത്തിനെയും എന്താ പറയുന്നത്, ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കാനായിട്ടുള്ള ഒരു അവസരം DXN നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ടു DXN ഹെൽത്ത് വെൽത്തി വേൾഡ്. ഓക്കെ, ഡോക്ടർ ലിംഷോജിനെ നമുക്ക് വളരെ ബഹുമാനത്തോടെ ഓർക്കാം. കാരണം 10 ലക്ഷം കുഞ്ഞുങ്ങളെ ദത്തെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു CEO എന്ന് പറയുന്നത് നിസ്സാരക്കാരനായ ഒരാളല്ല. നമുക്ക് ഒരിക്കലും പല കമ്പനികൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മേഖലയിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊമോട്ട് ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇത് ഞാൻ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പരിചയം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഡോക്ടർ ലിംഷോജിൻ സാധാരണ വ്യക്തിയല്ല എന്ന് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് ഏത് കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ പിന്നിലെ ആ ജനങ്ങൾ ആരാണ് എന്ന് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, തട്ടിക്കൂട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ വരും. ആ പ്രസ്ഥാനങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് നിങ്ങളുടെ CEO എന്ന് വെറുതെ ചോദിക്കും. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അവർ കാണിച്ചു തരുന്ന ആളുകൾ ഒരിക്കലും അത്ര സുഖമുള്ള ആളുകളല്ല. അപ്പോ DXNലെ ഡോക്ടർ ലിം എന്ന് പറയുന്നതിന്റെ വിഷൻ ഭയങ്കര വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം തന്നെ. നമുക്കറിയാം, ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഗാനോഡർമ ലൂസിഡം എന്ന് പറയുന്ന ഹൈ ക്വാളിറ്റിയിൽ തയ്യാറാക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ, ഹെൽത്ത് പ്രോഡക്റ്റിന്റെ അത് മാർക്കറ്റ് ചെയ്യുന്ന, വിപണനം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി വളർന്ന് പന്തലിച്ച് ഇപ്പോ ഓൾ ഓവർ വേൾഡില് 15ാം റാങ്കിൽ 100 കമ്പനികൾ, ഇതേപോലെ പ്രവർത്തിക്കുന്ന 100 കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ അതില് 15ാം പൊസിഷനാണ് DXN കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ബാക്കി എല്ലാവരും മുതിർന്ന ആൾക്കാരാണ്. അതായത് കുറെ 50 വർഷം പ്രായമായവരും 70 വർഷം പ്രായമായവരും ഒക്കെ ഉള്ള കമ്പനിയായിട്ടാണ് മത്സരിക്കുന്നത്. നമ്മൾ 26 വർഷമായിട്ടുണ്ട് നമ്മൾ വന്നിട്ട്. 26 വർഷം കൊണ്ട് നമ്മൾ 15ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ 10ൽ എവിടെയെങ്കിലും എത്തും എന്ന് നമുക്കറിയാം. കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഒരു 30 ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്പർ 1 എന്ന് പറയുന്ന ഒരു കമ്പനി. DXN കമ്പനിയുടെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുള്ളതും
ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു സാധനം, അത് എൻ്റെ പ്രോസസ് ഓഫ് കൾട്ടിവേഷനും പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും എല്ലാം ഒരു ഒരൊറ്റ കമ്പനിയാണ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഏത് കമ്പനികൾ എടുക്കുമെങ്കിലും വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ ഇങ്ങനെയുള്ളൂ, വിരലെണ്ണാവുന്ന കമ്പനികൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. ബാക്കി മിക്കവാറുള്ള എല്ലാ കമ്പനികളിലും വേറെ ആളുകളെ കൊണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിച്ചിട്ട് അത് ബ്രാൻഡിങ് മാത്രമാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ തന്നെ പ്രോസസ് ചെയ്യുന്നു, നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് ആ വൺ ടോട്ടൽ കമ്പനി എന്ന് പറയുന്നത്. വൺ വേൾഡ് വൺ മാർക്കറ്റ്. ഇത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ലോകം മുഴുവനുള്ള ബോണസ് എൻജോയ് ചെയ്യാനായിട്ട് അയാൾക്ക് അവസരം ലഭിക്കാം ഒറ്റ മെമ്പർഷിപ്പ്. വൺ മൈൻഡ്. കമ്പനി ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും നമ്മളെല്ലാവരും ഒരേ സ്ഥലത്താണ് ഫോക്കസ് ചെയ്യുന്നത്, ഒരൊറ്റ സ്ഥലത്ത്. പ്രൊമോട്ട് ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പൊ ഇതാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സംഭവം. ഇതാണ് DXN കമ്പനിയുടെ ഫാമും ഫാക്ടറിയും മലേഷ്യയിലുള്ളത്. ഇതിന്റെ 3 ഇരട്ടി വലുപ്പത്തിലുള്ളതാണ് ഇപ്പോൾ ഹൈദരാബാദ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഡിസംബറോ ജാനുവരിയോ ഫെബ്രുവരിയോ ഒക്കെ ആയിട്ട് അത് ഉദ്ഘാടനമാകും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നായിരിക്കും പല പ്രൊഡക്റ്റുകളും കയറ്റി അയക്കപ്പെടുന്നത്. ഏകദേശം ഒരു 150ഓളം പ്രൊഡക്റ്റുകളാണ് ഇന്ത്യയിൽ ഈ നമ്മുടെ സിംഗിൾ ഹെർബുകൾ വരെ കമ്പനി കൊടുക്കാനായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഫാക്ടറി ഇന്ത്യയിലായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ ഗാനോഡർമ ഫാക്ടറി ഉള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ഒരു പേരാണ് കമ്പനിക്ക് കിട്ടുന്നത്. ഇനി എന്തുകൊണ്ട് DXN തിരഞ്ഞെടുക്കണം? ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ഞാനൊരു MLM ബിസിനസ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് വൈ DXN എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരും. അതിൽ ഒന്നാമത്തേത് സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സ്ഥിരതയുള്ളതെന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഉറപ്പാണ് നമ്മൾ നോക്കേണ്ടത്. ഗ്ലോബൽ കമ്പനിയാണ്, സോളിഡ് ആൻഡ് സ്റ്റേബിൾ വിത്ത് എ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്. ഇതുവരെ നമ്മൾ ഒരുപാട് പേർക്ക് പണം കൊടുക്കുന്നുണ്ട്. DXN കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് കമ്മീഷൻ കിട്ടിയില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട്, ഇങ്ങനെ ഒരു പരാതി ഉണ്ട്. അങ്ങനെയില്ല. അപ്പൊ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് നമുക്ക്. എല്ലാവർക്കും കൃത്യമായിട്ട് അവർ ചെയ്തതിന്റെ ബിസിനസിന്റെ പണം കൊടുക്കും. ഫോറിനിലൊക്കെ പലരും ചായ കുടിച്ചതിന്റെ കാപ്പി കുടിച്ചതിന്റെ ഒക്കെ പൈസ എടുത്തത് 10 വർഷം കഴിഞ്ഞ് പൈസ എടുത്ത ആളുകളുണ്ട്. അതായത് DXN കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ദുബായിലേക്കൊക്കെ ആരെങ്കിലും പറഞ്ഞു വിട്ട് ദുബായിൽ അവരെല്ലാവരും പോയി, അവിടെ പോയി DXN ബിസിനസ് അവര് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിച്ചു, ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ കയറിക്കൊണ്ടിരുന്നു. 10 വർഷം കഴിഞ്ഞ് ചില അമ്മച്ചിമാരൊക്കെ വന്ന് എനിക്ക് ഫോറിൻ ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് അത് വേൾഡ് ഓപ്പൺ ചെയ്യണമെന്നൊന്നും അറിയില്ല. വേൾഡ് ഓപ്പൺ ചെയ്ത് ഈ പോയിന്റ് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും 47,000, 45,000, 10,000, 15,000 ഒക്കെ പണം അതിൽ വന്ന് കിടന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് കുറേ വർഷങ്ങളായിട്ട് ഇവർക്ക് അറിയില്ല, ആരും പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ അത്തരത്തിലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു കമ്പനിയാണ്. നിങ്ങളുടെ പൈസ എന്റെ പൈസ ഒന്നും കമ്പനി എടുക്കില്ല, അത് നമുക്ക് തരാനുള്ളതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആൻഡ് 100% ഡെറ്റ് ഫ്രീ. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, കടമില്ലാത്തൊരു കമ്പനിയാണ്. കടമില്ലാത്തൊരു കമ്പനി ഒരു കാര്യം, കടം അവരുടെ പോളിസി അല്ല. പല കമ്പനികളും കടം കൊടുത്തിട്ടാണ് എല്ലാം ചെയ്യണത്. നമ്മൾ വീട് പണിയുമ്പോൾ കടം കൊടുക്കും, എല്ലാത്തിനും കടം കൊടുക്കലാണ് നമ്മുടെ വീട്. സർട്ടിഫൈഡ് ബൈ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ക്വാളിറ്റി കൺട്രോൾ ബോഡീസ്. എല്ലാ സർട്ടിഫിക്കേഷൻസും നമുക്കുണ്ട്. പ്രസന്റ് ഇൻ മോർ ദാൻ 180 കൺട്രീസ്. ഇനി എക്സെപ്ഷണൽ പ്രൊഡക്ട്സിന്റെ കാര്യം എടുത്ത് നോക്കിയോ. എവറിഡേ യൂസ് വെൽനസ് പ്രൊഡക്ട്സ്. ഏറ്റവും വലിയ ഗുണമുള്ളതെന്ന് വെച്ചാൽ ലോകത്തുള്ള സകല ആളുകൾ എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട് DXNൽ എപ്പോഴാണ് നിങ്ങൾക്ക് വരുമാനം നിന്ന് പോകാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ലോകത്തുള്ള എല്ലാ ജനങ്ങളും പല്ലേതിൽ നിർത്തണം. 2, ലോകത്തുള്ള ജനങ്ങളെ കാപ്പി കുടിക്കുന്നത് ചായ കുടിക്കുന്നത് സ്വഭാവം അവസാനിപ്പിക്കണം. ദെൻ അവർ കുളിക്കുന്നത് അവസാനിപ്പിക്കണം. ഈ 3 സ്വഭാവവും എന്ന് അവസാനിക്കുന്നു അന്ന് എൻഡിങ് എത്തുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇത് വേൾഡ് എത്ര കാലം നിലനിൽക്കുന്നു, മനുഷ്യ കുലം എത്ര കാലം നിലനിൽക്കുന്നു, അവർ ഈ 3 കാര്യങ്ങൾ ചെയ്യും. അതെന്റെ DXNന്റെ ബ്രാൻഡാക്കി മാറ്റിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ അതിനെന്നെ സഹായിച്ചിട്ടുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള ടോക്സിക് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകളാണ് എല്ലാം. ഇൻഷ്യൂർഡ് ക്വാളിറ്റി. ഇപ്പൊ പണ്ടൊക്കെ പറയുമായിരുന്നു, ചില ആൾക്കാർ ചോദിക്കും ഇത് കഴിച്ച ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ വല്ലതും ഉണ്ടാവുമോ എന്നുള്ളത്, വല്ലതും കിട്ടുമോ എന്നുള്ളത്. ഇത് കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് പ്രൂവ് ചെയ്യണം. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയണം. ഉദാഹരണത്തിന് ഞാൻ ഇതൊരു 60 എണ്ണം വെച്ച് കഴിച്ചു, 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തട്ടിപ്പോയി. അപ്പൊ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നോക്കുമല്ലോ എത്രയാണ്, എന്താണ് ഇയാൾ കഴിച്ചത്, എങ്ങനെയാണ് ഇയാൾ കഴിച്ചത്, ഇയാളെ മരിക്കാൻ കാരണം എന്താണ്. അപ്പൊ മരിക്കാൻ കാരണം RGGL ക്യാപ്സ്യൂളാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് പരിഹാരം ഉപയോഗിക്കും. അഫോർഡബിളി പ്രൈസ്ഡ് കൺസ്യൂമബിൾ പ്രൊഡക്ട്സ്. അതായത് ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കൺസ്യൂമബിൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സ് ആണ്, പ്രൊഡക്ട്സ് ആണ് നമുക്കുള്ളത്. മണി ബാക്ക് ഗ്യാരണ്ടി, ഇതൊക്കെ നിങ്ങൾക്കറിയാം. സോളിഡ് ഓപ്പർച്യൂണിറ്റി, ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. ഏറ്റവും ചെറിയ ഒരു മുതൽ മുടക്കിലൂടെ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. 2, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. ലോകത്ത് ഒരു ബിസിനസ് നിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എല്ലാം വേണം. ഒരുപാട് നിയമങ്ങളും നൂലാമലകളും ഒക്കെ എടുക്കണം. ഇതൊന്നും GST പോലും എടുക്കാതെയൊക്കെയാണ്
നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകൾ. GST ഇല്ല, FSSAI ഇല്ല, അതിലെല്ലാം കമ്പനി അതിന്റെ പൈസ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി, എസെമ്പിൾ ഈസി പവർഫുൾ കോമ്പൻസേഷൻ പ്ലാൻ. നമുക്ക് ഒരു കോമ്പൻസേഷൻ പ്ലാൻ തന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു പ്ലാനാണ്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ദെൻ റിയൽ റവന്യൂ ഷെയറിംഗ്, എല്ലാവരിലേക്കും പണം കറക്റ്റ് ആയിട്ടാണ്, അതായത് ഒരു കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ആദ്യം വന്ന ആൾക്ക് കുറെ കാശ്, രണ്ടാമത് വന്ന ആൾക്ക് പിന്നെ കാശില്ല, പിന്നെ അവസാനം വന്ന ആൾക്ക് ഒട്ടും കാശില്ല. അങ്ങനെയല്ല, അവസാനം വന്നവനും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ, അതിനാണ് ആ റിയൽ എന്ന് പറയുന്നത്, റിയൽ റവന്യൂ ഷെയറിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് നമുക്ക് എക്സെപ്ഷണൽ പ്രൊഡക്ട്സ് ആണ് അതെല്ലാം. ഇപ്പൊ നമുക്കറിയാം 20 വർഷമായി ഇന്ത്യയിൽ, 20 വർഷം കൊണ്ട് ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ മുകളിൽ നമ്മൾ റിസർച്ച് നടത്താൻ പോകുന്നതാണ്. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, ബിവറേജ്, സപ്ലിമെന്റ്സ്, പേഴ്സണൽ കെയർ, കോസ്മെറ്റിക്സ്, ഒരുപാട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ്, അത് വരാൻ പോകുന്നുണ്ട്. ദെൻ ഇതാണ് നമ്മുടെ മേജർ പ്രൊഡക്ട്സിൽ ഒരു 4 പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. കോഡിസിൽസ്, കാനോഡെർമ, മൊറിൻഡ സിട്രിക്കോളിയ, സ്പൈർലിന. ഇത് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു വിളിയാണ് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയാം, ഇതുവരെ നമ്മൾ കഴിച്ച എല്ലാ ഭക്ഷണവും നമ്മുടെ 2.5 ഇഞ്ച് നീളമുള്ള നാക്കിനും നമ്മുടെ വയറിനും വേണ്ടി മാത്രം. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ, കോടാനുകോടി വരുന്ന കോശങ്ങൾ ഒരുപാട് കാലമായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അതുതാ, എനിക്കിതാ എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാത്ത ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ കൊടുക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ. ആനോഡർമയും കോഡിസിൽസും മൊറിൻഡ സിട്രിക്കോളിയും സ്പിറുലിനയൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോശങ്ങളുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ പറ്റും. കോശങ്ങൾ പട്ടിണിയിൽ, ആ കോശങ്ങളെ സംരക്ഷിക്കുന്ന പ്രോഗ്രാമാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ബെനിഫിറ്റ് ആണ് DXN കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഈ സോളിഡ് ഓപ്പർച്യൂണിറ്റി, 10 ways to earn DXN. ഒന്ന്, റീറ്റെയിൽ സെയിൽസ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള 20,000 രൂപയോ 10,000 രൂപയോ 5,000 രൂപയ്ക്കോ നിങ്ങൾ പ്രൊഡക്റ്റ് DXN കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ MRP, DP ഡിഫറൻസ് ഉണ്ട്. അതാണ് റീറ്റെയിൽ സെയിൽസ്. ദെൻ ഗ്രൂപ്പ് ബോണസ്, സ്റ്റാർ ഗ്രൂപ്പ് ബോണസ്, ഡെവലപ്മെന്റ് ബോണസ്, ലീഡർഷിപ്പ് ബോണസ്, ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ്, ട്രാവൽ സെമിനാർ ഇൻസെന്റീവ്, ഹാൻഡ് ഫോൺ സെറ്റിന്റെ ഒരു ഇൻസെന്റീവ്, ഒരു 1 ടൈം മാത്രം കിട്ടുന്നത്. ഓവർസീസ് ട്രാവൽ ഇൻസെന്റീവ് 1 ടൈം മാത്രം കിട്ടുന്നത്. ദെൻ ഐസിംഗ് ഓൺ ദ കേക്ക്, 10ാമത്തത്. ഇങ്ങനെ 10 വേയിലാണ് നമുക്ക് DXന്റെ ഇത് വരുന്നത്. ഈ സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ മദർ പ്ലാൻ ആണ്. സിംപ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതിലാണ് നമുക്ക് പെൻഷൻ എല്ലാം കിട്ടുന്നത്, റെസിഡ്യൂൽ ഇൻകം കിട്ടുന്നതൊക്കെ ഈ ഒരു പ്ലാനിലൂടെയാണ്. ഇതാണ് നമ്മുടെ മദർ പ്ലാൻ എന്ന് പറയുന്നത്. ഒരാള് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരിക, അയാള് മിനിമം മന്ത്ലി ചെയ്യേണ്ട പർച്ചേസ് 1000 പോയിന്റിന്റെ പർച്ചേസ് ചെയ്യണം. മിനിമം 1000 പോയിന്റിന്റെ എങ്കിലും പർച്ചേസ് ചെയ്യണം. 1000 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2,500 രൂപയുടെ ബിസിനസ് ആണ്. അതായത് 2.5 രൂപയുടെ ഒരു 2.5 രൂപയാണ് ഒരു പോയിന്റ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ഒരു 1000 PV ചെയ്യണമെങ്കിൽ 2,500 മുതൽ 3,000 രൂപ വരെയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും 1000 PV വരും. ഇതാണ് ഒരാൾക്ക് മിനിമം മന്ത്ലി വേണ്ട ഒരു പർച്ചേസ് ടാർഗറ്റ് നമുക്ക് കമ്പനി തരുന്നത്. പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മളോട് കമ്പനി പറയുന്നത്, നിങ്ങൾക്ക് ഒരു ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആകണം. അപ്പൊ 45,000 പോയിന്റ് അക്കുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ, അക്കുമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1000 പോയിന്റ് നിങ്ങൾ ഈ മാസം മേടിച്ചു, അടുത്ത മാസം നിങ്ങളുടെ 1000 പോയിന്റ് നിങ്ങൾ വീണ്ടും ഓഗസ്റ്റ് മാസം മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ് തലേ മാസത്തെ ജൂലൈ മാസത്തെ 1000 പോയിന്റ് ഓഗസ്റ്റ് മാസം 1000 പോയിന്റും കൂടി ചേർത്ത് 2000 പോയിന്റ് ആയിട്ടാണ് കമ്പനി എടുക്കുന്നത്. അപ്പോൾ ഒറ്റ ആള് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 1000 PV വീതം നിങ്ങൾ ഓരോ മാസം വാങ്ങിക്കുകയാണെങ്കിൽ 45 മാസം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർ ഏജന്റ് ആകും. അപ്പൊ ദാറ്റ് മീൻസ് അക്യുമുലേറ്റഡ് PV സിസ്റ്റം. എന്നാണോ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആകുന്നത്, നിങ്ങൾക്ക് 45 മെമ്പേഴ്സിനെ നിങ്ങൾ DXNൽ കൊണ്ടുവന്നിട്ട് അവരെല്ലാവരും 1000 PV ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർ ഏജന്റ് ആവും. അങ്ങനെ നമുക്ക് ബിക്കം എ ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് 3000 PV മന്ത്ലി നമ്മൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പാർട്ടികളെയും, നിങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആക്കാൻ നോക്കുക. അങ്ങനെ ഒരു ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ്, 2 ക്വാളിഫൈഡ്, 3 ക്വാളിഫൈഡ്, 4 ക്വാളിഫൈഡ്, 5, 6 ക്വാളിഫൈഡ് ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർ ഡയമണ്ട് പൊസിഷനിലേക്ക് നമ്മൾ എത്തുക.
നമുക്ക് ഹെൽപ്പ് അതേഴ്സ് ടു ബിക്കം ക്വാളിഫൈഡ് ഡയമണ്ട്സ്. മറ്റുള്ളവരെ ക്വാളിഫൈഡ് ഡയമണ്ട് ആക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അടുത്ത ഇതാണ് ഇതിന്റെ പ്ലാൻ. റീറ്റെയിൽ പ്രോഫിറ്റ് അപ് ടു 20% നമുക്ക് മാക്സിമം നമുക്കൊരു 20% റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് പ്രോഫിറ്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടർ വെൻ ദേ സെൽ DXN പ്രൊഡക്ട്സ് നോൺ DXN മെമ്പേഴ്സ് അല്ലാത്ത ആളുകൾക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന DP MRP ആ ഡിഫറൻസ് ആണ് നിങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ജീവിക്കുന്നവരെയൊക്കെ എനിക്കറിയാം. ഇതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് ഗ്രൂപ്പ് ബോണസ് ആണ്. ഗ്രൂപ്പ് ബോണസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് DXN കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും നിങ്ങൾ ഒരു 1000 PVയുടെ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 6% കാരനാണ്. നിങ്ങളത് 3000 PVയിലേക്ക് കയറിയ 9%, 10000 PVയിലേക്ക് അക്കുമുലേറ്റഡ് ആയിട്ട് കയറി കഴിഞ്ഞാൽ 12%. അങ്ങനെ കയറി 45,000 പോയിന്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ 21%ലേക്ക് നിങ്ങൾ കയറുന്നു. നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആവും. പിന്നീട് നിങ്ങൾ 3000 PGPV നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റാർ ഏജന്റ് ആയിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആയിട്ട് വരും. അങ്ങനെ വരുന്ന ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് ഗ്രൂപ്പ് ബോണസ് എന്ന് പറയുന്നത്. അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ താഴെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 18% ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ 21-ലായിരിക്കും. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 3% ആയിരിക്കും. ആ 3% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം. ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് 6%-ലായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 6% ഒരാൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ 21-ലാണെങ്കിൽ നിങ്ങളുടെ ഡിഫറൻസ് നല്ലൊരു എമൗണ്ട് ഡിഫറൻസ് 15% ഡിഫറൻസ് വരും. ഈ ഡിസ്ട്രിബ്യൂട്ടറും 1000 PVയിൽ നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറും 21-ൽ നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഗ്രൂപ്പ് ബോണസിന്റെ ഡിഫറൻഷ്യൽ ബോണസും ഇതിൽ നമുക്ക് വലിയൊരു ഇൻകം ഉണ്ടാക്കി തരുന്നതാണ്. ഇതൊരു ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അടുത്ത ഇതിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, വരുന്നു, നിങ്ങൾ 1000 PV ചെയ്യുന്നു. ഓക്കെ, 1000 PV വരുമ്പോൾ നിങ്ങൾ 6%-ലായി. നിങ്ങളുടെ ഗ്രൂപ്പും കൂടി 3000 PV ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 9% എന്ന് പറഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിലേക്ക് പോകും. നിങ്ങൾ പിന്നീട് 10000 PVയിലേക്ക് നിങ്ങൾ 12% ആയി. നിങ്ങളുടെ ഗ്രൂപ്പും കൂടി ടോട്ടലി ഇതുവരെ ഇത്രയും കാലം കൊണ്ട് ചെയ്ത് 20,000 PV ആണെങ്കിൽ നിങ്ങൾ 15%-ലായി. നിങ്ങൾ 32,500 PV ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 18%-ലായി. നിങ്ങളുടെ ഗ്രൂപ്പും നിങ്ങളും ഇത്രയും കാലം കൊണ്ട് 45,000 PV ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 21%-ആയി. നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആയി. പക്ഷെ 45,000 അക്കുമുലേറ്റഡ് PV വന്ന് നിങ്ങൾ 3000 PGPV ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങൾ 3000 PGPV എന്ന് പറയുന്നത് നിങ്ങൾ 1000 PV ചെയ്യുക. നിങ്ങളുടെ ടീമിൽ സ്റ്റാർ ഏജന്റ് അല്ലാത്ത ആൾക്കാർ 2000 PV ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 3000 PGPV ആയി. അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ 3000 ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പെർസെന്റേജ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, താഴത്ത് കാണാൻ സാധിക്കും. ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് 25% എന്നതിലേക്ക് കയറി. അടുത്തത് നിങ്ങൾക്ക് ഒരു QSA പുതിയതായിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണ്. ഒരാളും കൂടി നിങ്ങൾ താഴെ സ്റ്റാർ ഏജന്റ് ആയി വന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 2% കിട്ടും. ദാറ്റ് മീൻസ് 27. നിങ്ങൾ രണ്ടാമതൊരു QSA നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അയാളിൽ നിന്ന് നിങ്ങൾക്ക് 29% ആവും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് 29% ആവും, അയാൾ 25-ലായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4% ആവും. ദെൻ ഒരു മൂന്നാമതൊരു സ്റ്റാർ ഏജന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 31% ആവും. ആ സമയത്ത് നിങ്ങളെ കമ്പനി വിളിക്കുന്ന പേരാണ് സ്റ്റാർ റൂബി. സ്റ്റാർ റൂബിക്ക് 31% ആണ്. ദെൻ നാലാമത് ഒരാളായി കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെന്റേജ് വീണ്ടും കയറും, 33 ആവുന്നു. അഞ്ചാമത് ഒരാളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 35% ആവുന്നു. ആറാമത് ഒരാളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 37% ആവുന്നു. നിങ്ങൾ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് ആവുന്നു. നിങ്ങൾ കമ്പനിയുടെ ഒരു നല്ലൊരു പൊസിഷനിൽ അച്ചീവ് ചെയ്തു. ഇതാണ് ഇതിന്റെ മിനിമം സ്റ്റെപ്പ്. അത്യാവശ്യം വേണ്ട ആളുകൾക്ക് ഇതിന്റെ സ്ലൈഡ് ഷോ ഒക്കെ ഞാൻ വേണമെങ്കിൽ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അയച്ചു തരാം. ഇനി സ്റ്റാർ ഗ്രൂപ്പ് ബോണസിന് നിങ്ങൾ അർഹനാകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ മിനിമം നമ്മൾ ചെയ്യേണ്ടത് 3000 പോയിന്റ് മിനിമം നമ്മൾ ചെയ്തിരിക്കണം. 3000 PGPV നമ്മൾ ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഇത് കിട്ടുള്ളൂ. ദെൻ ഒരു QSA വരുമ്പോഴാണ് 27. വെറുതെ ഒരു എക്സ്ട്രാ വന്നാൽ പോരാ. 3000 PGPV ചെയ്യുന്ന ഒരു QSA വന്നു കഴിഞ്ഞാൽ 27, 2 QSA വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ആ പോയിന്റ് ഒന്നുകൂടി ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഡെവലപ്മെന്റ് ബോണസ് ഒരു 5%, 15% ഒരു ഡെവലപ്മെന്റ് ബോണസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത്. ഓക്കെ, ഡെവലപ്മെന്റ് ബോണസിനെ കുറിച്ച് നമുക്ക് ഒന്ന് എടുക്കാം. ഈ എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലും അവർ പറയാറുള്ള ഒരു കാര്യമാണ് 2 ലൈൻ ഇട്ട് 2 ലൈനും ഒരേ ബാലൻസിങ് പോയാൽ മാത്രമാണ് നമുക്ക് ബിസിനസ്. ഒരു ലൈൻ എങ്ങാനും ഈ സ്പീഡിൽ കയറി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്കുണ്ടോ എന്നൊരു ചോദ്യം വരുന്നത്. അങ്ങനെ ഒരു ചോദ്യത്തിന് നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ലെവല്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 6 പേരെ DXN മെമ്പർഷിപ്പ് കൊടുത്ത് ആ 6 പേരെ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ 6 പേരുടെ BGPയിൽ നിന്ന് നിങ്ങൾക്ക് 5%വും ആ 6 പേര് 36 പേരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ആ 36 സ്റ്റാർ ഏജന്റിൽ നിന്ന് 4%. അവരുടെ താഴെ ഒരു 216 സ്റ്റാർ ഏജന്റ് എന്ന് വിചാരിക്കും, അവർക്ക് 2%. 1296 ആണ് അതിന്റെ താഴത്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2%. ഒരു 7200 പേരാണ് അതിന്റെ താഴത്തെങ്കിൽ അതിൽ 1%. അപ്പൊ ഈ വിട്ട് താഴേക്ക് വിട്ടു പോകുന്നതോറും നിങ്ങളുടെ പെർസെന്റേജ് കുറഞ്ഞാണ് വരുന്നതെങ്കിലും വിട്ടിൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യം കിട്ടിയ 5%-ത്തേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് വരുന്ന 1%. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഡെവലപ്മെന്റ് ബോണസ് കിട്ടാൻ കമ്പനി നമ്മളോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ 25%-ൽ വരണം. ദാറ്റ് മീൻസ് നിങ്ങൾ USA ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരാൾ USA ആണെന്നുണ്ടെങ്കിൽ അയാൾ ഒന്നില്ലെങ്കിൽ പേഴ്സണലി അയാൾ 3000 പോയിന്റ് ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് ഒരു 7500 രൂപ 8000 രൂപയുടെ പ്രൊഡക്റ്റ് അയാൾ വാങ്ങിച്ച് അത് സെയിൽ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു, അല്ലെങ്കിൽ സ്വയം ഉപയോഗിച്ചിട്ടുണ്ടാണ്. അല്ല എങ്കിൽ 1000 പോയിന്റ് മിനിമം ചെയ്തിട്ടുണ്ടാണ്. പുതിയതായിട്ട് 2 സുഹൃത്തുക്കളെ ആ മാസം ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സ്റ്റാർ ഏജന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവർ രണ്ടുപേരും ഒരു 1000 PV വീതം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റാർ ഏജന്റ് അല്ലല്ലോ. അപ്പൊ ആ 2000 PV കൂടി കൂട്ടിയിട്ട് 2000 + 1000 3000 PV ആക്കി BGPV ആക്കി തരും. അങ്ങനെ നിങ്ങൾക്ക് ക്വാളിഫൈ ആകും. അപ്പൊ അത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ആ പ്ലാന് നമ്മളെ സഹായിക്കാം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു സ്റ്റാർ ഏജന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡെവലപ്മെന്റ് ബോണസുകളെല്ലാം അവിടെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഡിഫറൻസ് എല്ലാം അവിടെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഇനി ഈ ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ ഹയസ്റ്റ്, അതായത് സിമ്പിൾ ഏറ്റവും കൂടുതൽ വരുമാനം ആളുകൾ വാങ്ങിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർ ഡയമണ്ട് ആകാനായിട്ട് 6 സ്റ്റാർ ഏജന്റ് വേണം. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഒരു ഡയമണ്ടിന്, അതായത് നിങ്ങളുടെ 6 സ്റ്റാർ ഏജന്റുമാർ വന്നിട്ടുള്ളതിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ ഡയമണ്ട് ആയിട്ട് കൈപിടിച്ച് ഉയർത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഡയമണ്ട് ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഒരു ലീഡർഷിപ്പ് ബോണസിന് എക്സിക്യൂട്ടീവ് സ്റ്റാർ ഡയമണ്ട്, നിങ്ങളുടെ താഴെ ഒരു ഡയമണ്ട് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് സ്റ്റാർ ഡയമണ്ട് എന്ന് പറയും. അപ്പൊ ആ സ്റ്റാർ ഡയമണ്ടിൽ നിന്ന് നിങ്ങൾക്ക് 5% ലീഡർഷിപ്പ് ബോണസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങളുടെ ആ സ്റ്റാർ ഡയമണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ വന്ന സ്റ്റാർ ഡയമണ്ട് താഴെ വേറൊരു സ്റ്റാർ ഡയമണ്ട് വന്നു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡയമണ്ട് ഉള്ളെങ്കിൽ കിട്ടില്ല. മറിച്ച് 2 ഡയമണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ലെവൽ ഡയമണ്ട്സിൽ നിന്ന് തുടങ്ങും 3% നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ 3 എന്നുള്ളത് കയറി 10% വരെ. അങ്ങനെ ടോട്ടല് നമുക്ക് 15% ലീഡർഷിപ്പ് ബോണസ് നമുക്ക് കിട്ടുന്നത്. ഇത് ഏറ്റവും വലിയൊരു മനോഹാരിതയാണ്. ഇനി ഇതിന്റെ ക്രൗൺ അംബാസഡർ വരെ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, ഒരു USD വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ടീവ് സ്റ്റാർ ഡയമണ്ട് ആവും. അത് 2 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 3 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 4 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഡയമണ്ട് ആയി, 5, 6 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ഡയമണ്ട് ആയി, 7, 8 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഡയമണ്ട് ആയി, 9, 10 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൗൺ ഡയമണ്ട് ആയി. അങ്ങനെ നമ്മൾക്ക് 10 പേര് നമ്മുടെ 10 ലെഗില് എവിടെയെങ്കിലും ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ, 10 ലെഗില് 10 ഡിഫറെന്റ് ലെഗിലായിരിക്കണം നിർബന്ധമാണ്. അങ്ങനെ 10 ഡിഫറെന്റ് ലെഗില് 10 ഡയമണ്ട്സ് ഏതെങ്കിലും ജനറേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ യു ആർ എ ക്രൗൺ ഡയമണ്ട്. നിങ്ങൾക്ക് 20 ലെഗ് ഉണ്ട്, 20 ആളുകളുണ്ട്, 20 ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്. ആ ഫസ്റ്റ് ജനറേഷനിൽ 20 ഫസ്റ്റ് ജനറേഷനിൽ ഏതെങ്കിലും ഒരു ജനറേഷനിൽ ആരെങ്കിലും 20 പേര് ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രൗൺ അംബാസഡർ ആവും. ഇതാണ് കമ്പനിയുടെ, അവിടെ നിന്നാണ് നമുക്ക് ലീഡർഷിപ്പ് ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ താഴേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു ഡയമണ്ട് ആണ് നിങ്ങൾക്കുള്ളത്. താഴത്തെ നമ്പർ ഓഫ് QSD ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡയമണ്ട് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഫസ്റ്റ് ആളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 5%. സെക്കൻഡ് ലെവലിൽ നിന്ന് 0 ആണ് കൊടുത്തിരിക്കുന്നത്, ഒന്നുമില്ല. നിങ്ങൾ മിനിമം കൊടുക്കേണ്ട DGPVയുടെ കണക്ക് കൊടുത്തിട്ടുണ്ട്, 25,000 ആണ്. അതൊരു 0 കുറവുള്ളത് ദുബായിലെ കണക്കായതുകൊണ്ടാണ് ആ 0 കുറഞ്ഞ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ 2 ഡയമണ്ട് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ 2 ഡയമണ്ടിൽ നിന്ന് 5%. അവരുടെ താഴെ എത്ര ഡയമണ്ട്സ് വരുന്നുണ്ടോ അവരിൽ നിന്നെല്ലാം 3% കിട്ടും. മൂന്നാമത്തെ ലൈൻ ആണെങ്കിൽ 5% തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ 3 ഡയമണ്ട്സ് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ നിന്ന് 4.8, നിങ്ങൾക്ക് 4 ഡയമണ്ട്സിനെയാണ് കൊണ്ടുവരാൻ സാധിച്ചത്. ഡബിൾ ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ പേരക്കുട്ടികളിൽ നിന്ന് കിട്ടുന്നത്. അതായത് 5% നമുക്ക് നേരിട്ടുള്ള ലൈനിൽ നിന്ന് കിട്ടുമ്പോൾ ഇൻഡയറക്ട് ലൈനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 5.8 ആണ്. അത് 5ഉം 6ഉം 7ഉം 8ഉം ഒക്കെ ആകുമ്പോൾ സെക്കൻഡ് ലെവലിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ സിറാജുദ്ദീന്റെ 8 ക്വാളിഫിക്കേഷൻ എല്ലാ മാസവും നടക്കും. അപ്പൊ 8 ക്വാളിഫിക്കേഷൻ നടക്കുമ്പോൾ സിറാജിന്റെ ഫസ്റ്റ് ലെവൽ ഡയമണ്ട്സിൽ നിന്ന് 5ഉം സെക്കൻഡ് ലെവൽ ഡയമണ്ട്സിൽ നിന്ന് 8ഉമാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ്
3% കൂടുതലാണ് സെക്കൻഡ് ലെവലിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ മക്കളെക്കാൾ കൂടുതൽ പേരക്കുട്ടികളെ സ്നേഹിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ കയറി നമുക്ക് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വരുന്നത് 10% വരെ വരും. ദാറ്റ് മീൻസ് ക്രൗൺ അംബാസഡർ ആകുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ നിന്ന് നിങ്ങൾക്ക് 10% കിട്ടും. അപ്പൊ 10% നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്രൗൺ ഡയമണ്ട് ആയി, നമ്മള് ക്രൗൺ ഡയമണ്ട് ആയി, ഞാൻ ഇപ്പൊ ക്രൗൺ ഡയമണ്ട് ആയെന്ന് അല്ലെങ്കിൽ സിറാജ് ക്രൗൺ ഡയമണ്ട് ആയെന്ന് വിചാരിക്കും. സിറാജ് ക്രൗൺ ഡയമണ്ട് ആകുമ്പോൾ 10 ഡയമണ്ട്സ് ഉണ്ട് സിറാജ്. 10 പേരും ക്രൗൺ ഡയമണ്ട് ആയെന്ന് വിചാരിക്കാം. അപ്പൊ 10 പേരുടെ താഴെ എത്ര പേര് വരും? 100 പേര് ഡയമണ്ട് ആയിട്ട്. അപ്പൊ ഈ 100 ഡയമണ്ട്സ് കൊടുക്കുന്നത് ആവറേജ് ഒരു ഡയമണ്ട് 1 ലക്ഷം PV കൊടുക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 100 ഡയമണ്ട്സ് 1 ലക്ഷം കൊടുക്കുമ്പോൾ 100 ലക്ഷം വരും. ദാറ്റ് മീൻസ് 1 കോടി. അപ്പൊ ഈ 1 കോടിയുടെ എത്ര പെർസെന്റേജ് ആണ് സിറാജിന് കിട്ടുന്നത്? 8.5% ക്രൗൺ ഡയമണ്ട് ആണ്. 8.5 ലക്ഷം രൂപയാണ് സിറാജിന് ലീഡർഷിപ്പ് ബോണസ് മാത്രം കിട്ടുന്നത്. ദെൻ ഇദ്ദേഹത്തിന് 10 ഡയമണ്ട് ഉണ്ടാവും. അപ്പൊ 10 ഡയമണ്ടിൽ നിന്ന് എത്ര കിട്ടുന്നത്? 5%. അവർ 10 ലക്ഷമാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കും. അപ്പൊ അതിൽ നിന്ന് 50,000 കിട്ടും. അപ്പൊ മക്കളിൽ നിന്ന് 50,000 കിട്ടുമ്പോ പേരക്കുട്ടികളിൽ നിന്ന് എത്ര കിട്ടിയത്? 8.5 ലക്ഷം. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോ എത്രയായി? 9 ലക്ഷം. ഈ 9 ലക്ഷം രൂപയുടെ 1/3 ഡെവലപ്മെന്റ് ബോണസ്. അതാണ് ഇതിന്റെ കണക്ക്. ദാറ്റ് മീൻസ് 3 ലക്ഷം. അപ്പൊ ഒരു 12 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവും സാധാരണഗതിയിൽ ഒരു ക്രൗൺ ഡയമണ്ട് ഒക്കെ ആയിട്ട് വരുമ്പോൾ വരുമാനം. ഇതാണ് എന്റെ കണക്കൂട്ടല്. 6ാമത്തെ ഒരു ബെനിഫിറ്റ് ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് ആണ്. ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് എന്ന് പറയുന്നത് 850 ദിർഹം എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടുത്തെ 12,500 രൂപയാണ്. അതിനെ ഒരു 1 ടൈം ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് നമുക്ക് കിട്ടുന്നത്. അത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 3 സ്റ്റാർ ഏജന്റുമാര്, നിങ്ങൾ നേരിട്ടുള്ള 3 സ്റ്റാർ ഏജന്റുമാര് 60,000, ഇവിടെ 6,000 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് ഗൾഫിലെ കണക്കാണ്. 60,000 പോയിന്റ് മിനിമം നമ്മള് 3 സ്റ്റാർ ഏജന്റിന് അക്കോമലേഷൻ വന്നിട്ടുണ്ടോ, ആ മാസം നിങ്ങളുടെ PGPB 3000 ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ആ മാസത്തെ ബോണസിൽ 12,500 രൂപ ഉണ്ടാവും. 2 ഓവർസീസ് ട്രിപ്പ് ഇൻസെന്റീവ് ഉണ്ട്. 7ാമത്തെ ബെനിഫിറ്റ് ആണ്. അത് നമുക്ക് 1 ലക്ഷം രൂപയാണ് തരുന്നത്. 5,800 ദിർഹമാണ് അവിടുത്തെ കാൽക്കുലേഷൻ. 1 ലക്ഷം രൂപ നമുക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്ന നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരും ഹാൻഡ് ഫോൺ, അതിൽ 5 പേര് ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് വിൻ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള 5 പേര് 3 വീതം സ്റ്റാർ ഏജൻസ്, അതായത് 15 സ്റ്റാർ ഏജൻസ് ടോട്ടൽ വരും. 3 വീതം സ്റ്റാർ ഏജൻസിന് 60,000 പോയിന്റ് അക്കുമുലേറ്റഡ് ആക്ഷൻ വന്നു കഴിയുമ്പോൾ ഈ 1 ലക്ഷം രൂപ ആ 12 പേർക്കും 5 പേർക്കും 12,500 രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ആയിട്ട് വരും. 8ാമത്തെ ബെനിഫിറ്റ് വരുന്നത് ട്രാവൽ സെമിനാർ ഇൻസെന്റീവ് ആണ്. ഇതൊരു മനോഹരമായ ഇൻസെന്റീവ് ആണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ കൊറോണ കാരണം നമുക്ക് പുറത്ത് പോകാൻ പാടില്ല. ഈ കൊറോണയെ അതിജീവിക്കാൻ തുടങ്ങും, കൊറോണയായിട്ട് ജീവിക്കാൻ തുടങ്ങും. ചിലവർ കൊറോണയെ കല്യാണം കഴിക്കും, ചിലവർ കൊറോണയായിട്ട് പ്രേമത്തിലാവും, കൊറോണ നമ്മുടെ ഉള്ളിലും നമ്മൾ കൊറോണയുടെ ദേഹത്തും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെ നമ്മൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കൊറോണയായിട്ട് പോകും. കാരണം കൊറോണ ഈ ലോകത്ത് നിന്ന് പോകാൻ പോണില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ട്രാവൽ അപ്പൊ പിന്നെ നമ്മൾ തുടങ്ങും. ഇനി എത്ര നാൾ അടച്ചുകൊണ്ടിരിക്കും കുറച്ചാളെ, ഇപ്പൊ നമ്മളെല്ലാവരും ഇറങ്ങാൻ നോക്കും. അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് ടൂറിന് പോകേണ്ടി വരും. അങ്ങനെ ടൂറിന് പോകേണ്ടി വരുമ്പോൾ ട്രാവൽ സെമിനാറിന് ലോകം മുഴുവൻ യാത്ര ചെയ്യാനായിട്ട് അവസരം കിട്ടുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളിൽ എത്ര പേർക്കാണ് സന്തോഷത്തോടുകൂടി ഫോറിൻ രാജ്യത്തേക്ക് പോകാൻ പറ്റിയത്? പലരും ദുബായിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പോയത് ജോലിക്ക് വേണ്ടിയാണ്. അത് വലിയ സന്തോഷത്തോടുകൂടി ഒന്നുമല്ല പോയത്. അവിടെ പോയി കഷ്ടപ്പെടാൻ പോകാൻ എന്താവോ ഒരു ടെൻഷനിലാണ് നമ്മളെല്ലാം പോയത്. മറിച്ച് DXNൽ ട്രാവൽ സെമിനാർ ഇൻസെന്റീവ് നിങ്ങൾ പോകുമ്പോൾ കംപ്ലീറ്റ് ഇതൊരു രസകരമായ സംഭവം എന്ന് പറയാൻ കാരണം, ഞാൻ DXN കമ്പനിയിൽ വന്ന് ഒരു 2006 ആയി കഴിഞ്ഞപ്പോൾ, അതിന് മുമ്പ് ഞാൻ 1-2 രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു. 2006 ആയപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ആദ്യമായിട്ട് ഈ ട്രാവൽ സെമിനാർ ഇൻസെന്റീവ് കമ്പനി പ്രഖ്യാപിച്ച സമയത്തുള്ള ആദ്യത്തെ പ്രോഗ്രാം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് 59 പേരാണ് അത് വിൻ ചെയ്തത്. അപ്പൊ എനിക്കൊരു ലെറ്റർ വന്നത് ലണ്ടൻ, പാരീസ്, അതുപോലെ ബെൽജിയം, ആംസ്റ്റർഡാം, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കറങ്ങാനായിട്ടുള്ള ഒരു വെസ്റ്റേൺ യൂറോപ്പ് കറങ്ങാനായിട്ടുള്ള ഒരു വിസയാണ്. ഷെങ്കൻ വിസ എന്ന് പറയുന്ന വിസയ്ക്കാണ് എനിക്ക് കമ്പനി ട്രിപ്പ് വന്നത്, ആദ്യത്തെ ട്രിപ്പ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ആൾക്കാർക്കും ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എവറി ഇയർ തന്റെ ഫാമിലിയുമായിട്ട്, തന്റെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ഒരു ടൂറിന് പോകാനുള്ള അവസരം നമ്മൾ ഒരുക്കാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്.
ഇന്റർനാഷണൽ 9ാമത്തെ ഉള്ളത് ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ്. ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞാല് വളരെ അതും ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. കാരണം നിങ്ങളുടേതല്ലാത്ത ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ എന്റേതല്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്ത് DXN ചെയ്യുന്നുണ്ട്. അവര് പല്ല് തേക്കുമ്പോഴും അവര് ചായ കുടിക്കുമ്പോഴും അവര് കുളിക്കുമ്പോഴും അതിന്റെ ഒരു ചെറിയ അംശം എനിക്കും കൂടി കിട്ടിയാലും എന്തൊരു രസമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചായക്കട നടത്തുന്നുണ്ട്, നിങ്ങളുടെ ഓപ്പോസിറ്റ് വേറൊരാള് ചായക്കട കൊണ്ടുവന്നിടുകയാണ്. നിങ്ങൾക്ക് അതിലോട്ട് ദേഷ്യമായിരിക്കോ സന്തോഷമായിരിക്കോ? സ്വാഭാവികമാണ് ദേഷ്യം ഉണ്ടാവും. DXNലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചായക്കട ഇട്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് ചായക്കട ഒരാൾ വരാൻ ആഗ്രഹിക്കും. എന്താണെന്നറിയാമോ? ആ ചായക്കടയിൽ ആരെങ്കിലും കയറി ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാശ് കിട്ടുമെങ്കിൽ നിങ്ങൾ എത്ര ചായക്കട അവിടെ വരാൻ ആഗ്രഹിക്കും എന്നാലോചിച്ച് നോക്കി. അപ്പൊ ഇതാണ് നിങ്ങളുടേതല്ലാത്ത ടീമുകൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകമാണ് ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ്. ഇതൊരു ഡയമണ്ട് പൊസിഷൻ, അതായത് 6 പേരെ സ്റ്റാർ ഏജന്റ് ആക്കി ഡയമണ്ട് ആയി കഴിയുന്ന ക്വാളിഫൈഡ് ഡയമണ്ട് ആവുന്ന എല്ലാവരുടെയും കമ്മീഷൻ വൗച്ചറിൽ ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ് ഒരു ഇൻസെന്റീവ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് 2% ആണ് ചെയ്യേണ്ടത്, ഡയമണ്ട് ആകുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഡയമണ്ട് ആകാൻ നോക്കാം. അപ്പൊ അത് സ്പീഡിലൊക്കെ ഡയമണ്ട് ആകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള പ്ലാൻ ആണ് the 10th പ്ലാൻ, ഐസിംഗ് ഓൺ ദ കേക്ക്. ഇത് DXN മാർക്കറ്റിംഗ് പ്ലാനിൽ 2 ഇൻകം ചോയ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ, നമ്മുടെ മദർ പ്ലാൻ. ഈ മദർ പ്ലാൻ ആണ് നമുക്ക് പെൻഷൻ തരുന്നത്. 2ാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് IOC, ഐസിംഗ് ഓൺ ദ കേക്ക്. അതായത് കേക്കിന് മുകളിൽ ഐസിംഗ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതായത് സിമ്പിനെ സംബന്ധിച്ചിടത്തോളം സിമ്പ് നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. IOC അങ്ങനെയല്ല. IOC എന്ന് പറയുന്നത് എനിക്ക് അടുത്ത മാസം കൊച്ചിന്റെ ഫീസ് ഒരു 20,000 കൊടുക്കണം, എനിക്ക് ഈ വർഷം കഴിയുമ്പോഴേക്കും എന്റെ മകള് നഴ്സിംഗിന് അയക്കണം, ഒരു 1 ലക്ഷം വേണം, 2 ലക്ഷം വേണം, 4 ലക്ഷം വേണം. അങ്ങനെ പൈസ വേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് IOC എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അതായത് കുറച്ച് പെട്ടെന്ന് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് IOCയും കൂടി ഇതിന്റെ കൂടെ ചെയ്യാം. അപ്പൊ അതിന് IOC ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ സിമ്പിൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. സിമ്പിൾ രജിസ്ട്രേഷൻ നടത്തി ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1000 PV കൊണ്ട് ആക്ടിവേഷൻ നടത്തിയിട്ട് വേണം IOCയിലേക്ക് പോകാനായിട്ട്. അതാണ് കുട്ടി. അങ്ങനെ ചെയ്യുമ്പോൾ സിമ്പ് ആക്ടിവേഷനും ഈ IOCയും കൂടി ചെയ്യേണ്ടത്. പേഴ്സണൽ പർച്ചേസ് ഇവിടെ വരുന്നത് 20,000ന്റെ ഓൺലി വൺസ് ഫോർ ലൈഫ് ടൈം. നിങ്ങൾ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം ഇതിന് ഇൻകം കിട്ടാനായിട്ട് ഒരു പ്രാവശ്യം 20,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ച് അത് ഒരു 25,000 രൂപ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ 24,000 രൂപ സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് വിൽക്കാം, ഇല്ലെങ്കിൽ സ്വയം ഉപയോഗിക്കാം. കൂടുതലും ആളുകൾ അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റും കൂടി വാങ്ങിച്ചിട്ട് ആ പണം വീണ്ടും കൊണ്ടുവന്ന് 2ാമതും ഒരു IOC എടുക്കാറുണ്ട്, 3ാമതും ഒരു IOC എടുക്കാറുണ്ട്. അങ്ങനെ 3 IOC എടുത്ത് മാക്സിമം അത്ര ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. 3 IOC എടുത്ത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലെവലിൽ 3 IOC എടുത്ത് ചെയ്യുന്ന ഒരാള് പുതിയതായിട്ട് ഒരാൾക്ക് ഒരു IOC നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഓരോ IOCന്ന് 3,000 രൂപയാണ്, 30% ആണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പൊ നിങ്ങളൊരു 10 ആൾക്കാരെയാണ് IOC ചെയ്യാനായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ 10 × 3,000 30,000 രൂപയ്ക്ക് ആയിരിക്കും നിങ്ങൾ കിട്ടുന്നത്. അപ്പൊ അത്യാവശ്യം പൈസ ആവശ്യമുള്ളവർ മാത്രമാണ് IOC ചെയ്യാനായിട്ട് വേണ്ടത്. പൈസക്ക് അധികം അത്യാവശ്യമില്ലാത്ത ആളുകൾക്ക് സിമ്പ് മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അത് നമ്മൾ സ്ട്രക്ചർ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാം. പെട്ടെന്ന് കാശ് വേണം, ഒപ്പം സിമ്പും കൊണ്ടുവരണം, IOC കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് 2 കമ്പൈൻഡ് ആയിട്ട് ചെയ്യാം. 2 കമ്പൈൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ടും പൈസ കിട്ടും, ടീം സ്ട്രക്ചറും കറക്റ്റ് ആയിട്ട് നടക്കും. അങ്ങനെ 2ഉം കൂടി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ദ റിച്ചസ്റ്റ് മാൻ ഇൻ DXN. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ സിമ്പിള് നമുക്ക് എല്ലാ മാസവും 1000 പോയിന്റും 3000 PV PGPVയും ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളെ കമ്മീഷൻ കിട്ടും. IOCയിലാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആരൊക്കെ IOC എടുക്കുന്നോ അതിൽ നിന്നെല്ലാം നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇതില് ഡയമണ്ട് ആകാനായിട്ട് IOCയിൽ ഡയമണ്ട് ആകാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ സാധാരണ ഇതിൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യും. 1 എന്ന് പറയുന്ന ഒരാൾ രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം 6 സ്റ്റാർ ഏജന്റ് ആണല്ലോ നമുക്ക് വേണ്ടത്. 6 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാം, അവരുടെ താഴെ 6 വീതം 36 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനുശേഷം ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും IOC ഓപ്പൺ ആകുമ്പോൾ ഈ മുകളിൽ നിൽക്കുന്ന 6 പേര് സ്റ്റാർ ഏജന്റ്, അതായത് 36 പേര് IOC എടുത്തു, ഈ 6 പേരും IOC എടുത്തു, മുകളിൽ നിൽക്കുന്ന ആളും IOC എടുത്തു. ഒരു 50,000 രൂപ 60,000 രൂപയൊക്കെ നമുക്ക്
50,000 രൂപയെങ്കിലും മിനിമം നമുക്ക് കമ്മീഷൻ ഉണ്ടാവും. മറിച്ച് നമ്മൾ 3 യൂണിറ്റ് എടുത്തിട്ട് 6 പേരെ കൊണ്ടുവന്ന് 36 പേരെ കൊണ്ടുവന്നിട്ട് എല്ലാവരും IOC എടുക്കുകയാണെങ്കിൽ മുകളിൽ നിൽക്കുന്ന ആ ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1,00,000 മുകളിലായിരിക്കും. 1,03,000 1,50,000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ ഇൻകം. അപ്പൊ അത്യാവശ്യം കാശിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ വേണ്ട. തൽക്കാലം റേഷനറി ഒക്കെ മേടിച്ചു പോകുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല. മറിച്ച് എന്തെങ്കിലുമൊക്കെ ആകണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊക്കെ തോന്നുന്ന ചില ആൾക്കാരുണ്ടാവും. പണം കയ്യിലുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്കൊന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IOC-യിലേക്ക് കൊണ്ടുവരാം. അവർക്ക് സിംബ് രജിസ്റ്റർ ചെയ്തിട്ട് വേണം IOC-യിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ എത്ര പുതിയ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്നോ അത്രയും സിംബ് ബിസിനസ് കൂടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇവര് രണ്ടാമത് വന്ന് വാങ്ങിക്കുന്നതും 3ാമത് വന്ന് വാങ്ങിക്കുന്നതും ചിലപ്പോൾ IOC ആയിരിക്കും. പക്ഷെ 4ാമത്തെ പർച്ചേസും 5ാമത്തെ പർച്ചേസും പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ് ലോങ് പർച്ചേസ് മുഴുവനും സിംബിലേ ചെയ്യാൻ പറ്റും, IOC-യിൽ ചെയ്യാൻ പറ്റില്ല. ചെറിയ 20,000 രൂപ താഴെയുള്ള ഒരു പർച്ചേസിങ്ങും IOC-യിൽ അനുവാദമില്ല. അതുകൊണ്ട് എല്ലാം സിമ്പിളായിരിക്കും. 20,000 താഴെയുള്ള മുഴുവനും സിമ്പിളായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിമ്പിൾ എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ നമുക്ക്, അതിന് ലിമിറ്റ് ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് സിംബ് വിത്ത് IOC ഒന്ന് പ്ലാൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ DXN കമ്പനിയിൽ നിങ്ങൾക്ക് നല്ല ഒരു വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ DXN കമ്പനിയിൽ ഇപ്പോ IOC ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട്. നല്ല വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 10-40 ഫസ്റ്റ് കമ്മീഷൻ വൗച്ചർ തന്നെ 1,00,000 വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഫസ്റ്റ് കമ്മീഷൻ വൗച്ചർ തന്നെ 50,000, ഫസ്റ്റ് കമ്മീഷൻ വൗച്ചർ തന്നെ 30,000. അങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് കമ്മീഷൻ വൗച്ചർ ഒരു വലിയ കമ്മീഷൻ വൗച്ചർ വേണമെങ്കിൽ നിങ്ങൾ സിംബ് ഓപ്പൺ ചെയ്ത് IOC കമ്പൈൻ ചെയ്യുക. അങ്ങനെ സിംബ് പ്ലസ് IOC രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇൻകം പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടും. ഏതായാലും നിങ്ങൾക്ക് അല്പം ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോ ക്രൗൺ.